ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിരവധി മരണം. കാർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടമായി. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. തൃശൂർ ജില്ലയിൽ ഡിസംബർ 11-ന് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു. മത്സരചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. കോർപ്പറേഷനിലേക്ക് 4 സിറ്റിംഗ് കൗൺസിലർമാർ ഉൾപ്പെടെ 24 സീറ്റിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 13 സീറ്റിലേക്കുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായതായി ജില്ലയിലെ മുന്നണി നേതാക്കൾ. ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. UDFന് വലിയ വിജയസാധ്യതയാണുള്ളതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ഇത്തവണയും തുടരുമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലിന്റെ അവസാന യോഗം ബഹളത്തിൽ മുങ്ങി. യോഗത്തിൽ നിന്ന് മേയർ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ കൗൺസിൽ യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക്. അജണ്ട കീറിയെറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ചേംബറിലേക്ക് പാഞ്ഞെടുത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ SFI KSU സംഘർഷം. SIR വിഷയത്തിൽ KSU സ്ഥാപിച്ചിരുന്ന ബാനർ SFI പ്രവർത്തകർ അഴിച്ചുമാറ്റിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. വാർത്തകളിലേക്ക് വിശദമായി. ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. 30-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. വേഗം കുറച്ചു വന്ന കാർ ട്രാഫിക് സിഗ്നലിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. NSG NIA സംഘങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തി. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് DGP നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഡിസംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിൽ രണ്ടാം ഘട്ടമായ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഡിസംബർ 11-ന് വോട്ടെടുപ്പ് നടക്കും. നോമിനേഷൻ നവംബർ 14 മുതൽ 21 വരെ നൽകാം. നോമിനേഷൻ പിൻവലിക്കാനുള്ള തീയതി നവംബർ 24-നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നവംബർ 22-നാണ് സൂക്ഷ്മ പരിശോധന. നവംബർ 24-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. സംസ്ഥാനത്ത് മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 2,84,30,761 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു. മത്സരചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. ഒരു കോർപ്പറേഷൻ, 7 നഗരസഭകൾ, 17 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഒപ്പം ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ടെടുപ്പ് നടക്കും. കോർപ്പറേഷനിൽ ഇക്കുറി പോരാട്ടം കടുക്കും. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക UDFന് അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസിൽ നിന്ന് തെറ്റി വിമതനായി മത്സരിച്ച് ജയിച്ച MK വർഗീസിനെ മേയറാക്കി 5 വർഷവും പൂർത്തീകരിച്ച LDF കൂടുതൽ സൂക്ഷ്മതയോടെയാണ് കളത്തിലിറങ്ങുന്നത്. ലോക്സഭയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ആവേശത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് BJP ഒരുക്കം. നിലവിൽ LDF 25, UDF 24, BJP 6 എന്നിങ്ങനെയാണ് കക്ഷിനില. മേയർ സ്ഥാനം വനിതാ സംവരണമായതോടെ പരിചയസമ്പന്നരായ വനിതാ നേതാക്കളെ തന്നെ മുന്നണികൾ രംഗത്തിറക്കും. കോൺഗ്രസിൽ നിന്ന് ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ, സുബി ബാബു തുടങ്ങിയവർ രംഗത്തുണ്ടാകും. അജിത ജയരാജൻ, രാജശ്രീ ഗോപൻ എന്നിവരാണ് CPM പട്ടികയിലെ മുൻനിരക്കാർ. നിലവിൽ തേക്കിൻകാട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന BJPയിലെ പൂർണിമ സുരേഷ് വീണ്ടും ഇറങ്ങുമെന്നാണ് സൂചന.
ഇത്തവണ ഡിവിഷനുകളുടെ എണ്ണം 55-ൽ നിന്നും 56 ഉയർന്നു. തിരുവമ്പാടിയാണ് പുതിയതായി നിലവിൽ വന്ന ഡിവിഷൻ. 29 അംഗ ജില്ലാ പഞ്ചായത്തിലേക്കും പോരാട്ടം കടുക്കും. നിലവിൽ 5 അംഗങ്ങൾ മാത്രമുള്ള UDF പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കി ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ മത്സരഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂണ്ടുപലകയാകുമെന്നതിനാൽ LDFും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് അംഗത്തട്ടിലേക്ക് ഇറങ്ങുന്നത്. ശക്തി തെളിയിക്കുക BJPക്കും അഭിമാന പ്രശ്നമാണ്. പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. പുതുമുഖങ്ങളെ കൂടുതൽ താഴെത്തട്ടിൽ രംഗത്തിറക്കി മേൽക്കൈ നിലനിർത്താനാണ് അവരുടെ ശ്രമം. സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ, ക്ഷേമ പെൻഷൻ വർധനവ്, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തുടങ്ങിയവയൊക്കെ തുണയാകുമെന്നാണ് ഇടതു പ്രതീക്ഷ. വിമതശല്യം പരമാവധി ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് UDFന് മുന്നിലുള്ള വെല്ലുവിളി. പുതുമുഖങ്ങളും ജനകീയരുമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്ന് നേതൃത്വം പറയുന്നു. നിലവിലെ തദ്ദേശ ഭരണ സംവിധാനങ്ങളോടുള്ള എതിർപ്പ്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം എന്നിവയെല്ലാം വോട്ടായി മാറിയാൽ തദ്ദേശപ്പോരിൽ മുന്നിൽ കയറാമെന്നാണ് UDF പ്രതീക്ഷ. ജില്ലയിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണ് BJP ഭരണത്തിലുള്ളത്. മുൻപ് ഭരണമുണ്ടായിരുന്ന തിരുവല്ലോമലയിൽ ഒപ്പത്തിനൊപ്പമെന്ന ആശ്വാസവുമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായും BJP വളർന്നു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ ശക്തിയെ മാറിയെന്ന് അവകാശപ്പെടുന്ന BJPക്ക് വോട്ട് കണക്കിലും അത് തെളിയിച്ചേ മതിയാകൂ. പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിലാണ് തൃശൂർ ജില്ല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റും CPM ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറും CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരീക്ഷണമാണ് നേരിടാൻ പോകുന്നത്. BJP ആകട്ടെ ജില്ലയെ 3ആയി വിഭജിച്ച് ജസ്റ്റിൻ ജേക്കബ്, നിവേദിത സുബ്രഹ്മണ്യൻ, AR ശ്രീകുമാർ എന്നിവരെ അധ്യക്ഷരാക്കിയുള്ള സംഘടനാ സംവിധാനത്തിലൂടെയാണ് പോരിനിറങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി UDF. കോർപ്പറേഷനിലേക്ക് 24 സീറ്റിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് 13 സീറ്റിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തൃശൂർ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ 1ാം ഘട്ട പട്ടിക 24 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയായിട്ട് പുറത്തുവിടുന്നത്. ബാക്കി എത്രയും പെട്ടെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ജില്ലാ പഞ്ചായത്തിലെ 1ാം ഘട്ട പട്ടികയായിട്ട് 13 ഡിവിഷനിലേക്കുള്ളതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. KPCC സെക്രട്ടറിയും നിലവിൽ കൗൺസിലറുമായ ജോൺ ഡാനിയൽ ഉൾപ്പെടെ 4 സിറ്റിംഗ് കൗൺസിലർമാർ കോർപ്പറേഷനിലേക്കുള്ള പട്ടികയിലുണ്ട്. അഡ്വക്കേറ്റ് വില്ലി ജിജോ ചേറൂരിലും ശ്യാമള മുരളീധരൻ മുക്കാട്ടുകരയിലും മാഫി ഡെൽസൺ പുതൂർക്കരയിലും മത്സരിക്കും. പൂങ്കുന്നം ശ്രീകുമാർ മങ്ങാട്, പെരിങ്ങാവ് ഷാരി കിഷോർ കുമാർ, രാമവർമ്മപുരം MD ഗ്രേസി, കുറ്റുമുക്ക് ഷിബു പൊറത്തൂർ, വില്ലടം ബീന സെബാസ്റ്റ്യൻ, ഗാന്ധിനഗർ അഡ്വക്കേറ്റ് സുബി ബാബു, മണ്ണുത്തി MU മുത്തു, ഒല്ലൂക്കര K ഗോപാലകൃഷ്ണൻ, കുട്ടനെല്ലൂർ ഹരീഷ് മോഹൻ, എടക്കുന്നി രശ്മി ഉണ്ണികൃഷ്ണൻ, തൈക്കാട്ടുശ്ശേരി മോളി ഫ്രാൻസിസ്, ചിയാരം ബിന്ദു ജോജു, തിരുവമ്പാടി അഡ്വക്കേറ്റ് സുനിത മേനോൻ, കോട്ടപ്പുറം K ഗിരീഷ് കുമാർ, കുറുക്കഞ്ചേരി CM അമ്പിളി, പനമുക്ക് ഷീന ചന്ദ്രൻ, ലാലൂർ ലാലി ജെയിംസ്, കാനാട്ടുകര ലീന പ്രഹ്ലാനന്ദൻ, അയ്യന്തോൾ വത്സല ബാബുരാജ്, സിവിൽ സ്റ്റേഷൻ A പ്രസാദ് എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികൾ. ജില്ലാ പഞ്ചായത്തിലെ കാട്ടക്കാമ്പാൽ ഡിവിഷനിലേക്ക് മണികണ്ഠൻ കാട്ടകാമ്പാൽ, എരുമപ്പെട്ടി റീന വർഗീസ്, വള്ളത്തോൾ നഗർ മായ ഉദയൻ, തിരുവില്ലാമല PM അനീഷ്, ചേലക്കര താര ഉണ്ണികൃഷ്ണൻ, ആമ്പല്ലൂർ ഷീജ ആൻറ്റോ, ആളൂർ കാവ്യ രഞ്ജിത്ത്, പറപ്പൂക്കര ഷീല ഹരിദാസ്, തൃപ്രയാർ അനിൽ പുളിക്കൽ, ചേർപ്പ് CK വിനോദ്, താന്യം ഷൈജു സായിറാം, അന്തിക്കാട് അഡ്വക്കേറ്റ് റിയ പോൾ, തളിക്കുളം അഡ്വക്കേറ്റ് AT നേന എന്നിവരാണ് UDFന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവർ. തൃശൂർ DCCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചത്. AICC സെക്രട്ടറി റോജി M ജോൺ MLA, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് MG റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം A രവീന്ദ്രൻ, തൃശൂർ നിയോജക മണ്ഡലം MLA P ബാലചന്ദ്രൻ, കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് CR വത്സൻ, RJD ജില്ലാ പ്രസിഡന്റ് വിൽസൺ പുത്തൂർ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായതായി ജില്ലയിലെ മുന്നണി നേതാക്കൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. LDF പൂർണ്ണമായും മത്സരസജ്ജമാണെന്നും തൃശൂർ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭകൾ എന്നിങ്ങനെ എല്ലായിടത്തും LDF ഐക്യത്തോടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നും LDF ജില്ലയിൽ മികവാർന്ന വിജയം ആവർത്തിക്കുമെന്നും
CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. LDF മത്സര സജ്ജമാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ എല്ലായിടങ്ങളിലും LDF ഐക്യത്തോടുകൂടി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സീറ്റ് വിഭജനം 2 ദിവസത്തിനകം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ UDF എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിക്കുകയാണെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകളെല്ലാം പൂർത്തീകരിച്ചു വരികയാണെന്നും ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോർപ്പറേഷനിൽ ഇത്തവണ UDFന് വലിയ വിജയസാധ്യതയാണുള്ളത്. ജനങ്ങൾക്കും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രോസസ്സും പൂർത്തീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡിവിഷൻ മീറ്റിംഗ്സൊക്കെ കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വാർഡ് തലത്തിലെ എല്ലാ യോഗങ്ങളും കഴിഞ്ഞ് അതിൻ്റെ മണ്ഡലം തലത്തിലെ കോർ കമ്മിറ്റികളൊക്കെ കഴിഞ്ഞപ്പോൾ നിയോജകമണ്ഡലം തലത്തിലുള്ള കോർ കമ്മിറ്റികൾ നടന്നു വരികയാണ്. അതാണ് ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച്. കോർപ്പറേഷനെ സംബന്ധിച്ച് ഡിവിഷനിലെ എല്ലാ യോഗങ്ങളും കഴിഞ്ഞ് പ്രപ്പോസൽസ് അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി നോക്കി കോർ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുവിധം എല്ലതും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കും. തൃശൂർ കോർപ്പറേഷനകത്ത് ഏറ്റവും സാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറിയെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ഇത്തവണയും തുടരുമെന്നും BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയാണ് തങ്ങളുടെ ഐക്കൺ. അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ കോർപ്പറേഷനിൽ തടസ്സമില്ലാതെ നടപ്പാക്കാൻ കോർപ്പറേഷനിൽ BJPയുടെ ഭരണം വരണമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. സുരേഷ് ഗോപി പറയുന്ന ഒരു വികസന പ്രവർത്തനവും ഏറ്റെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ലെന്നും ജില്ലാ പഞ്ചായത്തിൽ BJPയുടെ അംഗങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. അല്ല, BJP തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഏറ്റവും സാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 ഡിവിഷനകത്ത് BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റം തുടരുക എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഐക്കൺ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ തടസ്സമില്ലാതെ നടപ്പിലാക്കുവാൻ BJPയുടെ കോർപ്പറേഷൻ ഭരണം വരണം. അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാവും. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷന്റെ അവസാന കൗൺസിൽ യോഗത്തിൽ നിന്ന് മേയർ MK വർഗീസ് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ അജണ്ട കീറിയെറിഞ്ഞ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് മേയർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. BJP കൗൺസിലർമാരും ഇതേ ആവശ്യം ഉന്നയിച്ച് വിനോദ് പൊള്ളാഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് മേയർ ഒളിച്ചോടിയെന്ന് ആക്ഷേപിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം മുദ്രാവാക്യം മുഴക്കി. പ്രതിപക്ഷ പ്രതിഷേധം നടക്കുമ്പോൾ ഭരണപക്ഷ കൗൺസിലർമാർ മൗനം പാലിക്കുകയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് അംഗങ്ങൾക്ക് നൽകണമെന്നാണ് ചട്ടമെന്നിരിക്കെ കഴിഞ്ഞ 12ഓളം കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് കൗൺസിലർമാർക്ക് നൽകിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ 3 തവണ മിനിറ്റ്സ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറഞ്ഞു. കൗൺസിലിൽ എടുക്കാത്ത തീരുമാനങ്ങൾ പലതും കൗൺസിലർമാർ അറിയാതെ മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്നതായും രാജൻ പല്ലൻ ആരോപിച്ചു. ഞങ്ങൾ
കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ നടുത്തളത്തിലേക്ക് പാഞ്ഞെടുത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. മിനിറ്റ്സ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന് പറയുന്നത് വെറുതെയാണ്. ഈ ഭരണസമിതിയുടെ അവസാനത്തെ കൗൺസിൽ യോഗം അലങ്കോലമാക്കിയതിൽ ദുഃഖവും പ്രതിഷേധവും ഉണ്ടെന്നും മേയർ പറഞ്ഞു. താൻ മേയറായിരുന്ന കാലത്ത് 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതേസമയം UDF ഭരണത്തിൽ കേവലം 58 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെ നടത്തിയിട്ടുള്ളൂ. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിൽ വിറളി പൂണ്ടാണ് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തിയതെന്നും മേയർ പറഞ്ഞു. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഈ പറയുന്ന ഡൈസിനകത്ത് നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഞങ്ങൾക്ക് അജണ്ട ഇതുവരെയുള്ളത് കിട്ടിയിട്ടില്ല. അതിന്റെ ഭാഗമായി കൗൺസിൽ നടത്താൻ മിനിറ്റ്സ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഇനി കൗൺസിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആഘോഷിച്ചു വന്ന് എൻ്റെ അജണ്ട കീഴിക്കടന്നു. ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് നിയമസഭയല്ല, പാർലമെന്റുമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ വാക്ക് ആലങ്കാരികമായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഔദാര്യത്തിന്റെ ഭാഗമായി ഞാൻ കൊടുത്തിട്ടുള്ള പ്രതിപക്ഷം അതിവിടെ ഇല്ല. സംയുക്തമായി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് സാധാരണക്കാരന് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൗൺസിൽ. ഞാനും പലരുമൊക്കെ 2000 മുതൽ ഇവിടെ കൗൺസിലിൽ ഉള്ള ആൾക്കാർ. എനിക്ക് രാജൻ പല്ലനെ അറിയാം, രാജൻ പല്ലനെ എന്നെ കുറിച്ചും അറിയാം. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയമല്ല, ഇത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കോവിലാണ്. ആ കോവിലിനകത്ത് ഇതുപോലെ ഈ പറയുന്ന പോലെ തെറ്റ് തന്നെ. തൃശൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ 12 കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് ആവശ്യപ്പെട്ട് 3 തവണ കത്ത് നൽകിയിട്ടും നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. കൗൺസിൽ യോഗം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് നൽകണമെന്നാണ് ചട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കൗൺസിലിലെ മേയറും LDF ഭരണസമിതിയും ഏകദേശം 12 കൗൺസിലിന്റെ മിനിറ്റ്സ് നൽകിയില്ല. ഒരു കൗൺസിൽ കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് തരണമെന്നാണ് നിയമം. ഇതുമായി ബന്ധപ്പെട്ട് 3 കത്തുകൾ മേയർക്കും സെക്രട്ടറിക്കും ഞങ്ങൾ നൽകുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെക്രട്ടറിയുടെ ചാർജുള്ള കോർപ്പറേഷൻ എഞ്ചിനീയർക്ക് ഞങ്ങൾ കത്ത് കൊടുക്കുകയുണ്ടായി. ഈ കൗൺസിൽ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ 12 കൗൺസിലിന്റെ മിനിറ്റ്സും ഞങ്ങൾക്ക് വേണമെന്ന് മേയറോട് നേരിട്ടും സെക്രട്ടറിയോടും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ കൗൺസിൽ തുടങ്ങുന്ന സമയമായിട്ടും 10:15 കഴിഞ്ഞിട്ടും അങ്ങനെ തരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ കൗൺസിൽ തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടു, മേയറെ നിയമപരമായി കൗൺസിലർമാർക്ക് മുനിസിപ്പൽ ചട്ടപ്രകാരം 48 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് തരേണ്ടതാണ്. കൗൺസിൽ യോഗത്തിലെടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി മിനിറ്റ്സ് ഇറക്കുന്നതിൽ LDF ഭരണസമിതി റെക്കോർഡ് സൃഷ്ടിച്ചതായി കൗൺസിലർ ജോൺ ഡാനിയൽ പരിഹസിച്ചു. 10 വർഷമായിട്ട് വോട്ടെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക തദ്ദേശ സ്ഥാപനമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടായി ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെടുമ്പോൾ ഒരു വിഷയത്തിൽ പോലും വോട്ടെടുപ്പ് നടത്തിയിട്ടില്ല. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നികുതി വിഷയത്തിൽ ഭരണപക്ഷത്തെക്കാളേറെ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജനം കൊടുത്തിട്ടും നികുതി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകാൻ ജനങ്ങൾക്ക് വിരുദ്ധമായി, ജനതീരുമാനത്തിന് വിരുദ്ധമായി സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനമെടുത്ത ആളുകളാണ് ഇപ്പോൾ തൃശ്ശൂർ ഭരിക്കുന്നത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഈ തീരുമാനത്തിന് വിരുദ്ധമായി ഏറ്റവും വിരുദ്ധമായി തീരുമാനങ്ങൾ എടുത്തതിൻ്റെ റെക്കോർഡ് തൃശ്ശൂർ കോർപ്പറേഷനാണ് അവർ അപേക്ഷിച്ച് കഴിഞ്ഞാൽ. കാരണം അവാർഡിനെ അപേക്ഷിക്കുന്ന വിവിധ അവാർഡുകൾക്ക് അപേക്ഷിക്കുന്ന കോർപ്പറേഷനാണ് തൃശ്ശൂർ മേയർ. ഈ മേയർ കൗൺസിലിനകത്ത് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി എടുത്ത തീരുമാനങ്ങൾക്ക് വേണ്ടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് ആ അവാർഡ് മെമൻറ്റോ പുരസ്കാരം അവർക്ക് ലഭിക്കും. കാരണം ഏറ്റവും അധികം തീരുമാനങ്ങൾ കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി എടുത്തിട്ടുള്ള കൗൺസിലാണ്. മാത്രമല്ല, എടുക്കാത്ത തീരുമാനങ്ങൾ അജണ്ടയിലേക്ക് മിനിറ്റ്സിലേക്ക് കുത്തിക്കയറ്റിയ ഇടതു ഭരണസമിതിയാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു അവാർഡ് കൊടുക്കാൻ ഇവർ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU SFI സംഘർഷം. SIR വിഷയത്തിൽ KSU സ്ഥാപിച്ചിരുന്ന ബാനർ SFI പ്രവർത്തകർ അഴിച്ചുമാറ്റിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തടയാനെത്തിയ KSU യൂണിറ്റ് സെക്രട്ടറി അദ്വൈത്, യൂണിയൻ ചെയർമാൻ പാർത്ഥിവ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷത്തെ തുടർന്ന് വെസ്റ്റ് പോലീസ് എത്തി ബാനർ അഴിച്ചുമാറ്റി. ിൽ കേരളം BJP ഭരിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഡബിൾ എഞ്ചിൻ സർക്കാരിനായി ജനങ്ങൾ ചൂണ്ടുവിരൽ പ്രവർത്തിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ വ്യാപാര വ്യവസായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച SG കോഫി ടൈംസിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഒട്ടനവധി സംരംഭങ്ങളാണ് പല കാരണത്താൽ സംസ്ഥാനത്ത് പ്രവർത്തനരഹിതമായത്. ഇത്തരത്തിൽ നിർത്തലാക്കപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിക്കണം. അതിന് വികസന കാഴ്ചപ്പാടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭാരതീയ വ്യാപാര വ്യവസായ സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മനോജ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ജീവൻ, അഡ്വക്കേറ്റ് AP വാസവൻ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിവധത്തിന്റെ ഗൂഢാലോചനയിൽ RSSന് പങ്കുണ്ടെന്ന മന്ത്രി R ബിന്ദുവിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. RSSനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യയിലെ കോടതികളും കമ്മീഷനുകളും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും വസ്തുതകളെ തമസ്കരിച്ച് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അനീഷ് കുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. ജനമൈത്രി ഫൗണ്ടേഷന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. സ്റ്റേഷൻ പരിധിയിൽ കളവുകളും ഗുണ്ടാസംഘങ്ങളുടെ അഴിഞ്ഞാട്ടവും വർദ്ധിച്ചതോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കിഴുപ്പള്ളിക്കര, പെരിങ്ങോട്ടുകര, താന്യം, അന്തിക്കാട്, കാഞ്ഞാണി, മണലൂർ, മനക്കൊടി, ആലപ്പാട് എന്നിവിടങ്ങളിൽ ലക്ഷങ്ങൾ ചെലവിട്ടാണ് ആധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചതും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയതും. ഇതിനെല്ലാം ആവശ്യമായ പണം കണ്ടെത്തിയത് വ്യാപാരികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായിരുന്നു. എന്നാൽ അതെല്ലാം പാഴായി പോയ സ്ഥിതിയാണെന്ന് പ്രവാസി മുഹമ്മദ് റാഫി പറഞ്ഞു. 20ഓളം ക്യാമറകൾ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഒരു പ്രവാസി തന്നെ 1 ലക്ഷം രൂപ തന്ന പ്രവാസിയുണ്ട്, 25,000 തന്ന പ്രവാസികളുണ്ട്. അങ്ങനെ നമ്മളെ ഒരു നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്തത്. പക്ഷേ 2 വർഷം മറ്റേ ജിനേഷ് സാർ SI ആയിരിക്കുന്ന സമയത്ത് CI ആയിരിക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് നിന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും പോയി. സ്വിച്ച് ഓണും ഉദ്ഘാടനങ്ങളും ആഘോഷമായി നടന്നെങ്കിലും പ്രവർത്തനരഹിതമായ ക്യാമറകൾ ശരിയാക്കാനോ നിരീക്ഷിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് കിഴുപ്പള്ളിക്കര കൂട്ടായ്മ സെക്രട്ടറി ദീപു പറയുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ 16 വില്ലേജുകളിൽ താന്യം, അന്തിക്കാട്, ചാഴൂര്, മണലൂര്, അരിമ്പൂര് പ്രദേശങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ക്യാമറകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ ക്യാമറകളുടെ NVR സിസ്റ്റം ഉൾപ്പെടെ സ്റ്റേഷനിൽ പ്രവർത്തിക്കാത്തത് മാറി മാറി വരുന്ന അന്തിക്കാട് SIമാരും അതുപോലെ SHമാരും 3 മാസത്തിലും കൂടുതൽ ഒരാളും തന്നെ സ്റ്റേഷനകത്ത് ഇരിക്കാതെ ട്രാൻസ്ഫറായി പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതോടെ കുറ്റകൃത്യത്തിലേർപ്പെട്ട് രക്ഷപ്പെടുന്നവരെയും സാമൂഹ്യ വിരുദ്ധരെയും കണ്ടെത്താൻ സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാപിച്ച ക്യാമറകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട് പോലീസ്. പ്രവർത്തനരഹിതമായ ക്യാമറകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ. രണ്ടുകൈ വീരഞ്ചിറ വനത്തിൽ നിന്നും ചാരായം വാറ്റുന്നതിന് സൂക്ഷിച്ച 120 ലിറ്റർ വാഷ് കണ്ടെടുത്തു. പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ്, ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള റെയ്ഡിലാണ് വാഷ് കണ്ടെടുത്തത്. വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിന് വനംവകുപ്പും വാഷ് സൂക്ഷിച്ചതിന് എക്സൈസും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി തൃശൂർ രംഗചേതനയുടെ നാടക ശില്പശാല കാര്യാട്ടുകര അംഹയിൽ ആരംഭിച്ചു. നാടക കളരി ചലച്ചിത്ര നടൻ സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ 15 വർഷമായി അംഹയിലെ അന്തേവാസികളുടെ ജീവിതത്തെ നാടകത്തിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് രംഗചേതന. ഇതിനകം 10 നാടകങ്ങളാണ് അംഹയിലെ കൂട്ടുകാർ അരങ്ങിൽ അവതരിപ്പിച്ചത്. തിയേറ്റർ തെറാപ്പിയിലൂടെ അംഹയിൽ അംഗങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് അംഹ സാരഥി ഡോക്ടർ ഭാനുമതി പറഞ്ഞു. രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേഷിന്റെ നേതൃത്വത്തിലാണ് നാടക കളരി സംഘടിപ്പിക്കുന്നത്. 4 മാസം നീണ്ടു നിൽക്കുന്ന നാടക കളരിയിലൂടെ ഒരു പുതിയ നാടകം രൂപപ്പെടുത്തി പൊതുജനങ്ങൾക്കായി അവതരിപ്പിക്കും. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോലീസ് വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കക്കാട് രാജപ്പൻ മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. തുടർന്ന് നടപ്പന്തലിലും മേളം നടന്നു. സന്ധ്യയ്ക്ക് പനമണ്ണ ശശി, കക്കാട് അതുൽ എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. വൈകിട്ട് നടന്ന സാംസ്കാരിക സായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. വിളക്കാഘോഷത്തിന്റെ 11ാം ദിവസമായ ചൊവ്വാഴ്ച മർച്ചന്റ്സ് വിളക്ക് ആഘോഷിക്കും. അന്നം തരുന്ന ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തും. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത്. 10 മാസത്തോളമായി മുടങ്ങാതെ ഹസൈനാർ രാവിലെ 7 മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും. ഹസൈനാരെ കണ്ടാൽ കാക്കകളും കൂട്ടത്തോടെ എത്തും. ഹസൈനാർ തൻ്റെ കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതി അഴിച്ച് ബിസ്ക്കറ്റ്, പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും. 100-ലധികം കാക്കകൾ ഈ സമയം ഇവിടെ എത്തും. തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഇത് തുടരുമെന്നും മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിശ്ചിത വരുമാനത്തിൻ്റെ ഒരു തുക മാറ്റി വെച്ചിട്ട് അവർക്ക് കുറച്ച് പൊറോട്ടയും ബിസ്ക്കറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന കാലം വരെ കൊടുക്കും. എത്ര കാലം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ കഴിയില്ല. 69 വയസ്സായി. എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഇവരായിട്ട് അത്രയേറെ ബന്ധം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഇവർ കൊടുക്കാറുണ്ട്. അവരോട് നമ്മൾ വളരെ സൗമ്യമായിട്ട് നമ്മളടുത്ത് വന്ന് നിൽക്കാറുമുണ്ട്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ തുച്ഛമായ വരുമാനത്തിൽ വെച്ച് അവരുടെ കാര്യം എൻ്റെ കാര്യം ഇങ്ങനെ നോക്കി പോവുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരനായ ഹസൈനാർ തൻ്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് ഭക്ഷണത്തിന് തുക കണ്ടെത്തുന്നത്. ഹസൈനാർ എത്തിയാൽ കാക്കകൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. TCV ചാവക്കാട്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച എൻ്റെ ഭൂമി പ്രവചൻ എന്ന ആൽബത്തിന്റെ പ്രകാശനം നടത്തി. ബിഗ് ഹൗസ് ക്രിയേഷൻസിനു വേണ്ടി വിജീഷ് പുളിപ്പറമ്പിലാണ് ഗാനരചന നിർവഹിച്ചത്. ശിവപ്രകാശ് കയ്പമംഗലത്താണ് സംഗീത സംവിധാനം. ഗോവിന്ദ് വേലായുധ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. വ്രതം നോൽക്കും മണ്ഡലമാസം എന്റെ ഉള്ളിൽ ഉടുക്കുകൊട്ടും സാമവേദം. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ദേവികാദാസൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, ഹരിലാൽ, ശാന്തി ചന്ദ്രാപിന്നി, റജി ഭദ്രൻ, മണികണ്ഠൻ പയറ്റിലം പറമ്പത്ത്, VR ഷൈൻ, ഷാജി വടക്കൻ, രവീന്ദ്രൻ പുളിപ്പറമ്പിൽ, K ഹരീഷ്, BC വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് കയ്പമംഗലം. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ദേശീയ നിയമസേവന ദിനം ആചരിച്ചു. അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ സരിത രവീന്ദ്രൻ ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാനൽ ലോയേഴ്സും ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലർമാരും പാരാ ലീഗൽ വളണ്ടിയർമാരും നിയമ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി.
അവിടെ വരെ. ബ്രിക്സ് ഉച്ചകോടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 2 തവണ പങ്കെടുത്ത ഏക മലയാളിയായ VP നന്ദകുമാറിനെ തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുമോദന ചടങ്ങ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് C. പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ TMA പ്രസിഡന്റ് കൂടിയായ നന്ദകുമാറിനെ മന്ത്രി K. രാജൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. VP നന്ദകുമാർ ബ്രിക്സ് ഉച്ചകോടിയിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. TMA സെക്രട്ടറി PJ ഷാജി, രഞ്ജൻ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് പേരുടെ പേരുകൾ പറയാനുണ്ടത്, പക്ഷേ ഒരുപാട് യോഗങ്ങൾക്ക് വൈകുന്നേരം തന്നെ ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലാണിവർ. പഞ്ചായത്തിലെ ചന്ദ്രാപ്പിനി ചാമക്കാല റോഡിൽ ഓർമ്മ ബസ് സ്റ്റോപ്പിന് വടക്കുഭാഗത്തെ 40ഉം ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വടക്കുഭാഗത്തെ 7ഓളം വീടുകളിലുമാണ് കഴിഞ്ഞ 2 മാസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 2 മാസമായി ഈ ഭാഗത്ത് വെള്ളമില്ല. ഞങ്ങളെ വീട്ടിലെ വെള്ളം മഞ്ഞ കളറുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ലൈൻ പൈപ്പ് എടുത്തത്. വീട്ടിലെ ആവശ്യത്തിന് ലൈനിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെ വെള്ളം, മോട്ടോർ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല, ഉപ്പാണ്. പിന്നെ വെള്ളത്തിൻ്റെ കളറ് മാറി. ഞങ്ങൾക്ക് ആശുപത്രിയിൽ അവിടെ പോകണം വെള്ളം എടുക്കണമെങ്കിൽ. പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴൽക്കിണറുകളിൽ നിന്നുള്ള വെള്ളം ആശ്രയിക്കുന്നവരുമുണ്ട്. തീരദേശ പ്രദേശമായതിനാൽ കലങ്ങിയ വെള്ളമാണ് മിക്ക വീടുകളിലും കുഴൽക്കിണറുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വെള്ളമാകട്ടെ ജലപരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുമുള്ളതാണ്. പ്രധാന റോഡിലെ പൈപ്പ് ലൈനുകളിൽ വെള്ളം ലഭിക്കുന്നുമുണ്ട്. കോൺക്രീറ്റ് റോഡിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിന്റെ തകരാറാകാം കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ നിഗമനം. തകരാർ എവിടെയാണെന്ന് കണ്ടെത്താനാണ് പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. വിചിത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജല അതോറിറ്റിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിനെ നേരിട്ട് വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് പിന്നെ അത് അവർ ഒരു നടപടിയും കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ നേരിട്ട് മെമ്പർ നിലയ്ക്ക് ഞാൻ നേരിട്ട് അവിടെ ചെന്ന് അതിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ വന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ്, ഇത് പരിശോധന നടത്തിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. എന്നിട്ട് നീണ്ട് പോയിട്ട് അതിന് ശേഷം ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ 4-5 പേര് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവർ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ കളക്ടർക്ക് പരാതി കൊടുക്കാൻ പോകും. TCV ന്യൂസ്, കയ്പമംഗലം. ചേലക്കരയിൽ നടുറോഡിൽ യുവാവിന് വെട്ടേറ്റു. ചീപ്പാറ സെന്ററിൽ വാഹനം റോഡിൽ നിർത്തിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. ചീപ്പാറ സ്വദേശി അനസിന് പരിക്കേറ്റു. റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം മാറ്റാൻ പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. സുഹൃത്തുക്കൾ തമ്മിലാണ് സംഘട്ടനം നടന്നത്. ചേലക്കര പോലീസ് കേസെടുത്തു. ദേശീയ കമ്മീഷൻ വിധിപ്രകാരം 5 ലക്ഷം രൂപ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ബിൽഡർക്ക് വാറണ്ട് അയക്കാൻ ഉത്തരവ്. തൃശൂർ ചിയാരം സ്വദേശി ജോസ് KV ഫയൽ ചെയ്ത ഹർജിയിലാണ് പൂങ്കുന്നത്തുള്ള ബ്ലൂ ജയ് റിയാലിറ്റി ഉടമ അബ്ദുൾ ഗഫൂറിനെതിരെ ഉത്തരവായത്. തൃശൂർ ഉപഭോക്തൃ കോടതിയുടേതാണ് ഉത്തരവ്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഇനി വാണിജ്യം. എയർ കണ്ടീഷൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ കൂളിന്റെ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. വിപുലമായ സൗകര്യങ്ങളോടെ പൂങ്കുന്നം യൂണിക് ബിൽഡിംഗിലെ 2ാം നിലയിൽ ആരംഭിച്ച ഡോക്ടർ കൂളിന്റെ കോർപ്പറേറ്റ് ഓഫീസ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സാരീസ് MD രാമചന്ദ്രൻ, കല്യാൺ 99 MD സിദ്ധാർത്ഥ്, ചന്ദ്രിക സോപ്പ് മാനേജിംഗ് പാർട്ണർ ഡോക്ടർ CK രവി, ധനലക്ഷ്മി ബാങ്ക് AGM സുനിൽ, റീജിയണൽ മാനേജർ സുന്ദരേശൻ, LG ഏരിയ മാനേജർ ഐബിൻ, ഫുജിറ്റ്സു ജനറൽ ഏരിയ മാനേജർ സിദ്ധാർത്ഥ്, വോൾട്ടാസ് ഏരിയ മാനേജർ ടിറ്റോ, ഡോക്ടർ കൂൾ ഫൗണ്ടർ ജയപ്രകാശ്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. VRF, ഡക്റ്റബിൾ, ചില്ലർ, കസറ്റ്സ്,
സ്പ്ലിറ്റ് AC എന്നിവയുടെ അംഗീകൃത സെയിൽസ് ആൻഡ് സർവീസസ് ഡീലറായ ഡോക്ടർ കൂളിന് എയർ കണ്ടീഷൻ രംഗത്ത് 15 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമാണുള്ളത്. AC-യുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നുവെന്നതാണ് ഡോക്ടർ കൂളിന്റെ സവിശേഷത. സർവീസുകൾക്കും മെയിന്റനൻസിനുമായി വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം പരമാവധി വേഗത്തിൽ ഡോക്ടർ കൂൾ ലഭ്യമാക്കുന്നു. 1.5 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തന കാലയളവിൽ വീടുകൾ, ഫ്ളാറ്റുകൾ, ഓഫീസുകൾ തുടങ്ങി വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വരെ ഡോക്ടർ കൂളിന്റെ സംതൃപ്ത സേവനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ഡോക്ടർ കൂളിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9895177506 9249577506. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിരവധി മരണം. കാർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടമായി. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. തൃശൂർ ജില്ലയിൽ ഡിസംബർ 11-ന് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ഡിസംബർ 13-നും. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു. മത്സര ചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. കോർപ്പറേഷനിലേക്ക് 4 സിറ്റിംഗ് കൗൺസിലർമാരുൾപ്പെടെ 24 സീറ്റിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 13 സീറ്റിലേക്കുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് നേരിടാൻ സജ്ജമായതായി ജില്ലയിലെ മുന്നണി നേതാക്കൾ. ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിന് നേരിടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. UDF-ന് വലിയ വിജയസാധ്യതയാണുള്ളതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടാക്കിയ മുന്നേറ്റം ഇത്തവണയും തുടരുമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലിന്റെ അവസാന യോഗം ബഹളത്തിൽ മുങ്ങി. യോഗത്തിൽ നിന്ന് മേയർ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ കൗൺസിൽ യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക്. അജണ്ട കീറിയെറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ചേംബറിലേക്ക് പാഞ്ഞെടുത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ SFI KSU സംഘർഷം. SIR വിഷയത്തിൽ KSU സ്ഥാപിച്ചിരുന്ന ബാനർ SFI പ്രവർത്തകർ അഴിച്ചുമാറ്റിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.